ന്യൂറൽ ഫിൽറ്റേഴ്സ്. എന്താണ് ന്യൂറൽ ഫിൽറ്റേഴ്സ്? അത് എങ്ങനെയാണ് ഫോട്ടോകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതാണ് നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ പഠിക്കാൻ പോകുന്നത്. 2020 ശേഷമാണ് ന്യൂറൽ ഫിൽറ്റേഴ്സ് എന്നുള്ള ഈ ഒരു കൂട്ടം ഫിൽറ്റേഴ്സ് നമുക്ക് ഈ ഫിൽറ്റർ മെനുവിൽ, ഫോട്ടോഷോപ്പിൻ്റെ ഫിൽറ്റർ മെനുവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ന്യൂറൽ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോസിനെ കുറച്ച് ക്രിയേറ്റീവായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ മെഷീൻ ലേണിങ്ങിൻ്റെയൊക്കെ സപ്പോർട്ടോടു കൂടി നമുക്ക് കുറച്ച് മാറ്റങ്ങൾ നമുക്ക് ഫോട്ടോകളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഫിൽറ്റേഴ്സിൽ തന്നെ പല കാറ്റഗറി ആയിട്ട് ഫിൽറ്റേഴ്സിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫിൽറ്റേഴ്സ് നമുക്ക് ഈ ന്യൂറൽ ഫിൽറ്റേഴ്സിനുള്ളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂറൽ ഫിൽറ്റേഴ്സിൽ നമ്മൾ ഓൾ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡിങ് കാണാം. അതിൻ്റെ താഴെയായിട്ട് മെയിൻ ഹെഡിങ്ങുകൾ, ഒരു 3-4 മെയിൻ ഹെഡിങ്ങുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്, കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ് ഉണ്ട്, ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് ഉണ്ട്, റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 5 രീതിയിലുള്ള 5 കാറ്റഗറി ആയിട്ട് ഹെഡിങ്ങുകൾ തിരിച്ചിട്ട് ആ ഫിൽറ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വീഡിയോ സീരീസ് ആയിട്ടായിരിക്കും പോവുക. ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് ഇത് മുഴുവനും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ടൈം കൂടുതലായി പോകും, ദൈർഘ്യം കൂടും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനും കാണാനും ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ന്യൂറൽ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെനു പലരും കണ്ടു കാണും. നമുക്ക് ഈ ഫിൽറ്റർ മെനുവിൽ താഴെയായിട്ട് 3-ാമതായിട്ടാണ് ന്യൂറൽ ഫിൽറ്റേഴ്സ് എന്ന് കാണുക. പക്ഷേ അത് പലർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഇത് പെയ്ഡ് വേർഷൻ ആണെങ്കിൽ, ഒറിജിനൽ ഫോട്ടോഷോപ്പിൻ്റെ വേർഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂറൽ ഫിൽറ്റർ അവൈലബിൾ ആയിട്ട് നമുക്കിവിടെ ആക്റ്റീവായിട്ട് കിട്ടത്തുള്ളൂ. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ന്യൂറൽ ഫിൽറ്റേഴ്സിലുള്ള ഈ പല കാറ്റഗറിയിലുള്ള ഫിൽറ്റേഴ്സും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ക്ലൗഡ് സപ്പോർട്ട് വേണം. അതായത് നമുക്ക് നെറ്റിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഒറിജിനൽ വേർഷൻ ആയിരിക്കണം. അഡോബിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ അഡോബ് ID കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രം വർക്ക് ചെയ്താൽ മാത്രമേ ന്യൂറൽ ഫിൽറ്റേഴ്സ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ആ ഒരു കാറ്റഗറി ആയിട്ടുള്ള പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് സ്കിൻ സ്മൂത്തിങ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സ്കിൻ സ്മൂത്തിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫിൽറ്റർ മെനുവിൽ പോവുക, അതിനുശേഷം ന്യൂറൽ ഫിൽറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ന്യൂറൽ ഫിൽറ്റേഴ്സിൻ്റെ ഈ സൈഡ് പാനൽ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ആദ്യം കൊടുത്തിട്ടുള്ള ഈ സ്കിൻ സ്മൂത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിൽറ്ററാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഫേസ് ഉള്ള ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്കിൻ സ്മൂത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിൽറ്റർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു ഹ്യൂമൻ ഫേസ് ഉള്ള ഫോട്ടോ ഓപ്പൺ ആക്കിയതിന് ശേഷം മാത്രം സ്കിൻ സ്മൂത്തിങ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ സ്കിൻ സ്മൂത്തിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യത്തെ ഈ ഒരു ബട്ടൺ ഓൺ ആക്കി കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൺ ആകും. ഇവിടെ നോക്കുക, പ്രോസസ്സിങ് ഓൺ ഡിവൈസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിവൈസിൽ അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് നേരത്തെയുള്ള ഹാർഡായിട്ടുള്ള ഫേസ് അല്ല നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഫിൽറ്ററിൽ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ പ്രധാനമായിട്ടും 2 ഓപ്ഷനുകളാണ് കാണുന്നത്. ഒന്ന് ബ്ലർ എന്ന് കാണാം, അതുപോലെ തന്നെ സ്മൂത്ത്നെസ് എന്ന് കാണാം. ഡീഫോൾട്ടായിട്ട് അവിടെ ബ്ലർ 50 ആയിരിക്കും, അതുപോലെ തന്നെ സ്മൂത്ത്നെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നമ്മൾ ചെയ്യുന്നത്, ബ്ലർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഫോട്ടോ ബ്ലർ ആയിക്കൊണ്ടിരിക്കും, അതായത് കുറച്ച് മങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ടെക്സ്ചറുകളൊക്കെ കുറച്ച് മങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ സ്മൂത്ത്നെസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്ചറുകളൊക്കെ കുറച്ചും കൂടെ സ്മൂത്ത് ആകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ അത് ഓൾറെഡി സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് നോക്കാം. ഇവിടെയാണ്, ഇതാണ് ബിഫോർ ആഫ്റ്റർ നമ്മൾ നോക്കുന്ന ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബിഫോർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഫോർഹെഡിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ചീക്കിൻ്റെ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കവിടെ ബ്ലെമിഷസ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ആഫ്റ്റർ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്, നോക്കിക്കോണം. ആഫ്റ്റർ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കുക, ആ ഒരു ബ്ലെമിഷസും അതുപോലെ തന്നെ ചെറിയ പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നത് നമുക്കവിടെ കാണുന്നില്ല. അതിനെ സ്മൂത്ത് ചെയ്ത് വിട്ടു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സ്മൂത്ത്നെസ് നമ്മുടെ ഫേസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഒരു ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കിൻ സ്മൂത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിൽറ്റർ അവിടെ ഉള്ളത്. ഇനി നമ്മൾ സ്മൂത്ത്നെസ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് വീണ്ടും സ്മൂത്ത് ആകും. സ്മൂത്ത് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫേസിലൊക്കെ നല്ല ടെക്സ്ചറൊക്കെ ഉള്ള ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഈ സ്മൂത്തിങ് നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അതേസമയം ടെക്സ്ചറൊക്കെ കുറവാണ്, വളരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്ചറൊക്കെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഫേസ് എന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ സ്മൂത്ത്നെസ് വെക്കരുത്. ആ സമയത്ത് നമ്മുടെ ഈ ഒരു ഫേസിലുള്ള ടെക്സ്ചറുകളൊക്കെ മാഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതായത് കൂടുതൽ സ്മൂത്തായിട്ട് ഒരു മെഴുക് പോലെ ആയി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡീഫോൾട്ട് ലെവലിൽ തന്നെ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വേണം
വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂട്ടുന്നതിനും കുഴപ്പമില്ല. അതേസമയം നമ്മൾ ഒരുപാട് സ്മൂത്ത്നെസ് വെക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ഒരു സ്കിന്നിൻ്റെ സ്മൂത്ത്നെസ് നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കിൻ സ്മൂത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിൽറ്റർ ഉള്ളത്. ഇപ്പം വെഡ്ഡിങ് ആൽബം ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കറിയാം, നമ്മൾ വരൻ്റെയും വധുവിൻ്റെയും ഒക്കെ ഫോട്ടോ, ക്ലോസപ്പ് ഫോട്ടോകളൊക്കെ നമ്മൾ ഈ ഒരു സ്കിൻ സ്മൂത്തിങ് നമ്മൾ ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പോർട്രേച്ചർ എന്ന് പറഞ്ഞ പ്ലഗിനുണ്ട്, അതുപോലെ തന്നെ സ്കിൻ ഫൈനർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലഗിനുണ്ട്, റീടച്ച് ഫോർ മീ, അങ്ങനെയുള്ള പ്ലഗിനുകളുണ്ട്. അപ്പോൾ ആ പ്ലഗിനുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ സ്കിൻ സ്മൂത്ത് ചെയ്യുക. പക്ഷേ ഇപ്പം ഫോട്ടോഷോപ്പിൽ തന്നെ ഡീഫോൾട്ടായിട്ട് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ന്യൂറൽ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിൽറ്ററിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സ്കിൻ സ്മൂത്തിങ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കിൻ സ്മൂത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിൽറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോസിലെ ഫേസ് നിങ്ങൾക്ക് സ്മൂത്ത് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു സ്കിൻ സ്മൂത്തിങ് എഫക്റ്റ് നമ്മുടെ ഫോട്ടോയിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അതിനായിട്ട് നമുക്കിവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്ത് പോവുക. അവിടെ നിങ്ങൾക്ക് പല ഓപ്ഷനുകൾ കാണാൻ പറ്റും. കറണ്ട് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള ലെയറിലായിരിക്കും അത് അപ്ലൈ ആവുക. ന്യൂ ലെയർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ലെയറിലേക്കായിരിക്കും അത് അപ്ലൈ ആയി വരിക. ന്യൂ ലെയർ മാസ്ക്ഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ലെയറും ഉണ്ടാകും, അതിനോടൊപ്പം തന്നെ ഒരു മാസ്ക് കൂടെ അത് ക്രിയേറ്റ് ചെയ്ത് തരും. കാരണം നമുക്ക് വേറെന്തെങ്കിലും ആ മാസ്കിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ സ്മാർട്ട് ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് അവിടെ കിട്ടുക. അതുപോലെ തന്നെ ന്യൂ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയ ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് സാധാരണ നമ്മളൊരു പുതിയ ലെയറിലേക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു പുതിയ ലെയറിൽ നമ്മൾ ഇട്ടതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്കതൊരു പുതിയ ലെയറിലേക്കാണ് അത് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓൺ ഓഫ് ചെയ്ത് നോക്കുക. ഇതാണ് പഴയ നമ്മുടെ ഫോട്ടോ, ഇതാണ് നമ്മുടെ പുതിയ ഫോട്ടോ. ഇനി നിങ്ങൾക്കിത് പുതിയൊരു JPG ഫയലായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അടുത്ത ഒരു ഫോട്ടോ കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഒന്ന് സ്കിൻ സ്മൂത്ത് ചെയ്ത് നോക്കാം. ന്യൂറൽ ഫിൽറ്റേഴ്സിൽ നമ്മൾ വരിക. വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു സ്കിൻ സ്മൂത്തിങ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഇവിടെ പ്രോസസ്സിംഗ് ഓൺ ഡിവൈസ് കാണിക്കും. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സ്കിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു സ്കിൻ സ്മൂത്ത് ആകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇവിടെ ഒന്ന് ഓൺ ഓഫ് ചെയ്ത് നോക്കുക. ഓൺ ഓഫ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് അവിടെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സ്മൂത്തിങ് മതി, ഏകദേശം ഒരു ഡിഫോൾട്ട് സ്മൂത്തിങ് തന്നെ നമുക്ക് മതി. അപ്പോൾ അത് കറക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഈ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കുക. ഇനി നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു സ്മൂത്ത്നെസ് അവിടെ വരും. പക്ഷേ നമുക്ക് ആ ടെക്സ്ചറുകളൊക്കെ അവിടെ തന്നെ കാണാനായിട്ടും കൂടെ സാധിക്കണം. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾ അത് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ നോക്കുക, ആ ഒരു സ്മൂത്ത്നെസ് കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു പുതിയ ലെയറിലേക്ക് നമ്മൾ അത് അപ്ലൈ ആക്കി കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങളിത് സേവ് ചെയ്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ന്യൂറൽ ഫിൽറ്റേഴ്സിൽ രണ്ടാമത്തെ ആ ഒരു ഫിൽറ്ററിലേക്ക് പോവുകയാണ്. സ്മാർട്ട് പോർട്രേറ്റ് എന്ന് പറയും. സ്മാർട്ട് പോർട്രേറ്റിൽ നമുക്ക് ഒരാളുടെ കണ്ണുകൾ ചലിപ്പിക്കാനായിട്ട് സാധിക്കും, അയാളുടെ എക്സ്പ്രഷൻസ് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അത് അടുത്ത വീഡിയോയിലാണ് നമ്മൾ പറയുന്നത്.